ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ളോഗ്. ഇന്ന് ഇവിടെ കാണിക്കുന്നത് പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ അപ്പം തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി അപ്പം ഫ്ലോപ്പായി പോയി എന്ന് ആരും പറയണ്ട. അരിയിടാൻ മറന്നാലൊന്നും ഒരു ടെൻഷനും വേണ്ട. യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചിക്കൻ കറിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. ഞാനിവിടെ 1.25 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. പച്ചരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് നിറയെ തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ചോറ് ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. 3/4 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ പഞ്ചസാരയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതേ കപ്പ് കൊണ്ട് തന്നെ 2 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 2.5 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് വെള്ളം നിൽക്കുന്നത്. ഇനി നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്ന കാര്യമില്ല കേട്ടോ. അടിച്ചെടുക്കുമ്പോഴൊന്നും വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നതും. ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. രാത്രി ഒരു 9:45 ആയിട്ടുണ്ട് ഞാനിത് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ പിറ്റേ ദിവസമാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇപ്പം നല്ല പോലെ തന്നെ അരിയും തേങ്ങയും എല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 2 തവണയായിട്ട് അടിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതേ കുതിർക്കാനിട്ട് അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ 2 തവണയായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ബാച്ച് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള അരിയും വെള്ളവും തേങ്ങ കൂടിയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വരാം. അതും നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ്ട് ഞാനിത് അടിച്ചെടുക്കുന്നത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂറായാലും കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടിയും സോഫ്റ്റ് ആവണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അടിയിൽ തട്ടാത്ത രീതിയിൽ വേണ്ട വെക്കാനായിട്ട്. അതവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കാം. ഞാനിവിടെ 5 സബോള എടുത്തിട്ടുള്ളത്. 3 തക്കാളിയും കൂടി എടുത്തിട്ട് രണ്ടും നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പേസ്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കുക്കറിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ കൂടി ഇട്ട് ചതച്ച ഒരു മസാലയാണ് ഇട്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് നമുക്കതിലേക്ക് സബോള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാനായിട്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് 2-3 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ സബോള കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതക്കിയ ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇട്ട് അതുപോലെ തന്നെ മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മസാല കൂടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. 1 കിലോ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വറക്കാനായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. കുട്ടികൾ കറി വെച്ചത് കഴിക്കില്ല, പൊരിച്ചതേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചതാണ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. കുക്കർ അടച്ചതിന് ശേഷം 2 വിസിൽ മതി കേട്ടോ. 2 വിസിലാകുമ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫുൾ ആവി പോയതിന് ശേഷമാണ് പിന്നെ തുറന്നിട്ടുള്ളത്. അങ്ങനെ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ കറിയുടെ പണി. വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പോഴേക്കും അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ തവി വെച്ചിട്ട് ഇളക്കുന്നേക്കാൾ നല്ലത് കുറേശ്ശെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അത് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുള്ള മാവാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല കേട്ടോ. അടിപൊളി മാവാണ്. അപ്പോൾ ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പം തയ്യാറാക്കാനായിട്ട്. ഇനി അപ്പത്തിന് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു തവിയും കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഹോൾസൊക്കെ വന്നതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 സെക്കൻഡ് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമുക്ക് ഈ ഒരു അപ്പം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി പൂ പോലത്തെ അപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഓരോ അപ്പം ഞാനിവിടെ ചുട്ടെടുത്തിട്ട് വരാം. അപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ വേണം കേട്ടോ ഇത് എടുക്കാനായിട്ട്. അപ്പോൾ അരി എടുക്കുന്ന അതേ കപ്പ് കൊണ്ട് തന്നെ വെള്ളവും തേങ്ങയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ കാണിച്ച അളവിലാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു അപ്പത്തിനും ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കണേ. അങ്ങനെ എല്ലാ അപ്പവും ഞാനിവിടെ ചുട്ടെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ മാവിൽ നിന്ന് 18 അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു തവിയും കുറച്ചും കൂടി ഒഴിച്ച കാരണമാണ് 18 എണ്ണം കിട്ടിയത്. അതല്ല ഒരു തവി മാത്രമാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20-21 എണ്ണമൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്